പ്രിയരെ നമസ്കാരം. വാമനപുരാണത്തിൻ്റെ 23-ാം അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 23-ാം അധ്യായത്തിൽ ബലിയുടെ അശ്വമേധവുമായി ബന്ധപ്പെട്ട 6 ഭാഗങ്ങൾ ഉൾപ്പെടുന്നു. അതിലെ ആദ്യ ഭാഗത്തിൽ കുരുക്ഷേത്രത്തിലേക്കുള്ള ബലിയുടെ ആഗമനമാണ്. പുലസ്ത്യൻ പറയുന്നു, പ്രഹ്ലാദൻ തീർത്ഥാടനത്തിന് പോയതിനു ശേഷം ഒരു യാഗം നടത്താൻ ആഗ്രഹിച്ച് ബലി കുരുക്ഷേത്രത്തിലേക്ക് പോയി. അശ്വമേധയാഗത്തിന്റെ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാൻ ശുക്രാചാര്യർ ഭാർഗവ മുനിയുടെ പിൻഗാമികളെ ക്ഷണിച്ചിരുന്നു. എന്നാൽ ആ തീരുമാനം അത്രി, ഗൗതമൻ, കൗശികൻ, അങ്കിരസൻ തുടങ്ങിയ ചില മുനിമാരുടെ പിൻഗാമികൾ അംഗീകരിച്ചില്ല. തൽഫലമായി അവരെല്ലാം കുരുക്ഷേത്രം വിട്ടുപോയി. അവർ പോയതിനു ശേഷം ശുക്രാചാര്യൻ യാഗത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ബലിയുടെ പത്നി വിന്ധ്യാവലിയെയും ആചാരങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം പാരമ്പര്യമനുസരിച്ച് ഒരു കുതിരയെ അഴിച്ചുവിടുന്നു. തർക്കാക്ഷൻ എന്ന അസുരൻ ആ കുതിരയെ പിന്തുടർന്നു. അശ്വമേധയാഗം 3 മാസത്തേക്ക് നീണ്ടു. അതിനുശേഷം സൂര്യൻ മിഥുന രാശിയിൽ പ്രവേശിച്ച സമയത്ത് കശ്യപന്റെ പത്നി കുള്ളന്റെ രൂപമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരും ഋഷിമാരും ഭഗവാൻ വാമനന്റെ ജനനത്തിൽ അത്യധികം സന്തുഷ്ടരായി. അവർ അതിഥിയുടെ ആശ്രമത്തിൽ പോയി ഭഗവാൻ വാമനനെ സ്തുതിച്ചു. ഭഗവാൻ വാമനൻ അവരുടെ സ്തുതിയിൽ സന്തുഷ്ടനാകുന്നു. തന്റെ പ്രതിഷ്ഠകൾ നടത്താൻ സഹായിക്കണമെന്ന് ബ്രഹ്മാവിനോട് വാമനൻ അഭ്യർത്ഥിച്ചു. ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ഭരദ്വാജമുനി വാമനന്റെ ജാതക കർമ്മവും യജ്ഞോപവീതവും നടത്തി. ശേഷം ഭരദ്വാജമുനി അവന് വേദങ്ങളും മറ്റ് ഗ്രന്ഥങ്ങളും പഠിപ്പിച്ചു. അവയെല്ലാം 1 മാസത്തിനുള്ളിൽ വാമനൻ പഠിച്ചു. പഠനം പൂർത്തിയാക്കിയ ശേഷം വാമന ഭഗവാൻ കുരുക്ഷേത്രത്തിലേക്ക് പോകാൻ ഗുരുവിന്റെ അനുവാദം ചോദിച്ചു. അപ്പോൾ ഭരദ്വാജൻ തന്റെ നിർധനാവസ്ഥ പ്രകടിപ്പിക്കുന്നു. എന്നെ പോലെയുള്ള ഒരു മനുഷ്യ ജന്മത്തിന് എങ്ങനെയാണ് പരമാത്മാവിന് അനുവാദം നൽകാൻ കഴിയുക? നിങ്ങൾ കുരുക്ഷേത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ എങ്ങനെ തടയാൻ കഴിയും? നിങ്ങളുടെ വിവിധ വാസസ്ഥലങ്ങളെക്കുറിച്ച് എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വിവരിക്കാൻ എന്നോട് നിങ്ങൾ കൃപ കാണിക്കുമോ? ഭഗവാൻ വാമനൻ പറഞ്ഞു, ആകാശം, ഭൂമി, സമുദ്രം, പർവ്വതങ്ങൾ, മേഘങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള മുഴുവൻ പ്രപഞ്ചവും എൻ്റെ അസ്തിത്വത്താൽ വ്യാപിച്ചിരിക്കുന്നു. എല്ലാ ദേവന്മാരും ഋഷിമാരും ജീവജാലങ്ങളും അജീവ വസ്തുക്കളും എന്നിൽ നിന്നാണ് പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ മത്സ്യത്തിന്റെ രൂപത്തിലുള്ള ആദ്യ അവതാരം സ്വീകരിച്ചപ്പോൾ മാനസ സരോവരത്തിലെ പുണ്യജലത്തിലായിരുന്നു എൻ്റെ വാസസ്ഥലം. കൂർമ്മത്തിന്റെ, അതായത് ആമയുടെ രൂപത്തിലുള്ള 2ാമത്തെ അവതാരത്തിൽ കൗശികി നദിയിലെ പുണ്യജലത്തിലായിരുന്നു എൻ്റെ വാസസ്ഥലം. ഗോവിന്ദനായി അവതാരം സ്വീകരിച്ചപ്പോൾ ഹസ്തിനപുരിയിലായിരുന്നു എൻ്റെ വാസസ്ഥലം. നാരായണനായി ബദ്രികാശ്രമത്തിലും എൻ്റെ വാസസ്ഥലമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഭഗവാൻ തൻ്റെ വ്യത്യസ്ത വാസസ്ഥലങ്ങളെക്കുറിച്ച് വളരെ വിശദമായി വിവരിച്ചു. പ്രിയരെ, 23-ാം അധ്യായത്തിലെ 2-ാം ഭാഗത്തിൽ കുരുക്ഷേത്രത്തിലേക്കുള്ള ഭഗവാൻ വാമനന്റെ വരവിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പുലസ്ത്യൻ തുടർന്നു, ഭഗവാന്റെ വ്യത്യസ്ത വാസസ്ഥലങ്ങളെക്കുറിച്ചുള്ള ഭരദ്വാജന്റെ ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്തിയ ശേഷം ഭഗവാൻ വാമനൻ കുരുക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ ബലി തന്റെ യാഗം നടത്തുന്ന തിരക്കിലായിരുന്നു. ഭഗവാൻ വാമനൻ കുരുക്ഷേത്രത്തിൽ എത്തിയ ഉടനെ ഭൂമി മുഴുവൻ ശക്തമായി കുലുങ്ങുവാൻ തുടങ്ങി. സമുദ്രത്തിൽ ഉയർന്ന വേലിയേറ്റമുണ്ടായി. ഭഗവാൻ വിഷ്ണുവിനെ ഭയന്ന് ബലി സമർപ്പിച്ച വഴിപാടുകൾ അഗ്നി സ്വീകരിച്ചില്ല. പെട്ടെന്നുള്ള ഇത്തരം സംഭവ വികാസങ്ങളിൽ ബലിക്ക് അതിശയം. ഈ വിചിത്രമായ സംഭവങ്ങൾക്കെല്ലാം ആധാരമായ കാരണമെന്താണെന്ന് അദ്ദേഹം ഗുരുവായ ശുക്രാചാര്യരോട് ചോദിച്ചു. അല്ലയോ അസുരന്മാരുടെ രാജാവേ, ഈ വിചിത്രമായ സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഭഗവാൻ വാസുദേവന്റെ ആഗമനത്തെക്കുറിച്ചാണ്. ഒരു മുന്നറിയിപ്പ് എന്നോണം ശുക്രാചാര്യർ പറഞ്ഞു, എന്റെ വിശിഷ്ടാതിഥിയെ ആദരിച്ചാനയിക്കുവാനുള്ള ഏറ്റവും ഉചിതമായ മാർഗം എന്താണെന്ന് ബലി ശുക്രാചാര്യരോട് ആവേശത്തോടെ ചോദിച്ചു. അദ്ദേഹം സന്തുഷ്ടനും സംതൃപ്തനുമാകുവാൻ വേണ്ടി എന്താണ് ഞാൻ ദാനമായി നൽകേണ്ടത്? ആശങ്കയോടെയാണ് ശുക്രാചാര്യർ മറുപടി പറഞ്ഞത്. എന്തെങ്കിലും ദാനം ചെയ്യുക എന്നതിനെ മറക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഗുരുതരമായ കുഴപ്പത്തിൽ അകപ്പെടും. വാസുദേവന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വിസമ്മതിച്ചുകൊണ്ട് സ്വയം അപമാനിതനാകില്ലെന്ന് ബലി ഗുരുവിനെ ഓർമ്മിപ്പിച്ചു. ഒരു പുരുഷൻ സ്വന്തം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും പെരുമാറുന്ന രീതി അയാളുടെ മുൻകാല കർമ്മങ്ങളുടെ ഫലമാണ്. മലയ പർവ്വതത്തിൽ വെച്ച് നടന്നതും കോഷ്കരനുമായി ബന്ധപ്പെട്ടതുമായ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? കോഷ്കര മുനി മുദ്ഗലന്റെ പുത്രനായിരുന്നു. അദ്ദേഹം താപസവൃത്തികൾക്ക് പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിന്റെ പത്നിയും അത്യധികം സദ്വൃത്തയായിരുന്നു. കാലക്രമേണ അവർക്കൊരു പുത്രൻ ജനിച്ചു. ജന്മന ആ കുഞ്ഞ് അന്ധനും ബധിരനുമായിരുന്നു. കോഷ്കരന്റെ പത്നി ആ കുഞ്ഞിനെ സ്വന്തം വീടിന് മുൻപിൽ ഉപേക്ഷിച്ചു. യാദൃശ്ചികമായി ശൂർപാക്ഷി എന്ന രാക്ഷസി അവിടെ എത്തുകയും ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞിനെ എടുത്തുകൊണ്ട് രാക്ഷസി സ്വന്തം കുഞ്ഞിനെ അവിടെ വെക്കുകയും ചെയ്തു.
കോഷ്കരന്റെ കുട്ടിയെ വിഴുങ്ങുവാനുള്ള ഉദ്ദേശത്തോടെ അവൾ ശാലോദർ പർവ്വതത്തിലേക്ക് കൊണ്ടുപോയി. സംഭവത്തെക്കുറിച്ചറിഞ്ഞ അവളുടെ ഭർത്താവായ രാക്ഷസൻ ആ ദുഷ്പ്രവൃത്തി ചെയ്തതിനാൽ ശൂർപാക്ഷിയെ ശപിച്ചു. ആ ബ്രാഹ്മണൻ നമ്മൾ ഇരുവരെയും ശപിക്കുമെന്ന് രാക്ഷസൻ രാക്ഷസിക്ക് മുന്നറിയിപ്പ് നൽകി. കുട്ടിയെ കൊണ്ടുവന്ന അതേ സ്ഥലത്ത് തന്നെ തിരികെ കൊണ്ടുപോയി നിർത്തുവാൻ ഉപദേശിച്ചു. ഇതിനിടയിൽ ശൂർപാക്ഷിയുടെ കുട്ടിയുടെ കരച്ചിൽ കേട്ട് കോഷ്കരൻ സ്വന്തം ആശ്രമത്തിൽ നിന്ന് പുറത്തു വന്നു. സ്വന്തം കുട്ടിക്ക് പകരം മറ്റൊരു കുട്ടിയെ കണ്ടതിനാൽ അത്ഭുതത്തോടെ പത്നിയോട് പറഞ്ഞു, ഈ കുട്ടി ഒരു പ്രേതത്തിന്റെ സ്വാധീനത്തിലാണെന്ന് തോന്നുന്നു. പറഞ്ഞതിന് ശേഷം മന്ത്രം ചൊല്ലിക്കൊണ്ട് കുട്ടിക്ക് ചുറ്റും ഒരു വൃത്തം വരച്ച് അദ്ദേഹം അതിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ആ സന്ദർഭത്തിൽ തന്നെ രാക്ഷസി തിരിച്ചെത്തി ബ്രാഹ്മണന്റെ കുട്ടിയെ നിലത്ത് നിർത്തിയ ശേഷം സ്വന്തം കുഞ്ഞിനെ എടുക്കുവാൻ തുനിഞ്ഞു. എന്നാൽ അവൾക്ക് ആ വൃത്തത്തിനകത്തേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. കോഷ്കരൻ ഇരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആശ്രമത്തിനുള്ളിലേക്ക് പോയി. ആയതിനാൽ രാക്ഷസിക്ക് സ്വന്തം കുട്ടിയെ കൂടാതെ മലയിലേക്ക് മടങ്ങേണ്ടി വന്നു. കോഷ്കരൻ 2 കുട്ടികളെയും വളരെ ശ്രദ്ധാപൂർവം വളർത്തി. രാക്ഷസിയുടെ കുഞ്ഞിന് ദിവാകരൻ എന്നും സ്വന്തം മകന് നിശാചരൻ എന്നും പേരിട്ടു. വിധി ആഗ്രഹിച്ചതുപോലെ ദിവാകരൻ പഠനത്തിൽ വളരെയധികം സമർത്ഥനായി മാറി. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വേദങ്ങളിൽ പ്രാവീണ്യം നേടി. എന്നാൽ നിശാചരന് പഠനത്തിൽ താല്പര്യമില്ലായിരുന്നു. എല്ലാവരെയും വിമർശിക്കുന്ന ഒരു മോശം ശീലവും അവനുണ്ടായിരുന്നു. അവന്റെ പ്രവൃത്തികളിൽ കോപാകുലനായ കോഷ്കരൻ നിശാചരനെ ഒരു കിണറ്റിലേക്കെറിഞ്ഞു. ആ കിണറ്റിൽ ഒരു നെല്ലിക്ക മരമുണ്ടായിരുന്നു. അതിന്റെ പഴങ്ങൾ കഴിച്ചാണ് കുട്ടി ഉപജീവനം നയിച്ചത്. അങ്ങനെ 10 വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കോഷ്കരന്റെ പത്നി വെള്ളമെടുക്കുവാൻ ആ കിണറ്റിൻകരയിലെത്തി. അമ്മയെ കണ്ടപ്പോൾ ഞാൻ അമ്മയുടെ മകനാണെന്ന് നിശാചരൻ അവളെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചു. എന്നാൽ അവൾക്കത് ബോധ്യപ്പെട്ടില്ല. തുടർന്നവൻ അമ്മയെ അനുഗമിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ബധിരനും അന്ധനുമായ ഒരു കുട്ടിയായി ജനിച്ചതിന്റെ കാരണം അമ്മയോടവൻ വിവരിച്ചു. ഞാൻ എൻ്റെ മുൻജന്മത്തിൽ വൃഷകാപിയുടെ മകനായിരുന്നു. പണ്ഡിത സ്വഭാവത്തിനാൽ ഞാൻ ഏറെ പ്രശസ്തനായിരുന്നു. കാലക്രമേണ ഞാൻ വളരെയധികം അഹങ്കാരിയായി മാറുകയും എല്ലാത്തരം ദുഷ്പ്രവൃത്തികളിലും ഏർപ്പെടുവാൻ തുടങ്ങുകയും ചെയ്തു. എൻ്റെ മരണശേഷം ഞാൻ രൗരവ നഗരത്തിൽ പോകേണ്ടി വന്നു. അവിടെ വെച്ച് നിരവധി പീഡനങ്ങൾ നേരിട്ടു. അതിനുശേഷം ഞാനൊരു കടുവയായി പുനർജനിച്ച് ഒരു രാജാവിൻ്റെ അടിമയായി കൂട്ടിലടയ്ക്കപ്പെട്ടു. ഒരിക്കൽ രാജാവ് പര്യടനത്തിലായിരുന്ന സന്ദർഭത്തിൽ സുന്ദരിയായ രാജ്ഞി എൻ്റെ കൂടിനടുത്തെത്തി. അവളുടെ സൗന്ദര്യത്തിൽ ഞാൻ ആകൃഷ്ടനാകുന്നു. എൻ്റെ കാമമോഹങ്ങൾ അവളോട് ഞാൻ പറഞ്ഞു. എൻ്റെ ആഗ്രഹത്തിൽ അവൾ ഞെട്ടിപ്പോയി. അവളുടെ സംശയത്തിന് മറുപടിയായി കൂടിൻ്റെ വാതിൽ തുറന്ന് എന്നെ മോചിപ്പിക്കാൻ ഞാൻ അവളോട് അഭ്യർത്ഥിച്ചു. രാജ്ഞി വാതിൽ തുറന്ന് എന്നെ സ്വതന്ത്രനാക്കി. ഞാൻ അവളെ പിടികൂടി എൻ്റെ കാമത്തെ ശമിപ്പിക്കാൻ തുനിഞ്ഞു. എന്നാൽ കാവൽ ഭടന്മാർ പാഞ്ഞെത്തി എന്നെ കൊന്നു. ഞാൻ വീണ്ടും നരകത്തിലെത്തി. അവിടത്തെ പീഡനങ്ങൾ അനുഭവിച്ച ശേഷം ഞാനൊരു കഴുതയായി പുനർജനിച്ചു. എൻ്റെ യജമാനൻ അഗ്നിവേശൻ എന്ന ബ്രാഹ്മണനായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പത്നി സുമതിയെയും ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കവേ അഗ്നിവേശൻ അവളെ എൻ്റെ മുതുകിൽ കയറ്റി ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, അവളുടെ പിതാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകൂ. വേലക്കാരനെയും കൂട്ടിക്കൊണ്ടുപോകുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. യാത്രയ്ക്കിടെ ഒരു നദി കണ്ടപ്പോൾ സുമതി അതിൽ കുളിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അവൾ കുളിക്കാൻ പോയപ്പോൾ മടങ്ങി വരുന്നതുവരെ ഞാൻ കാത്തിരുന്നു. അവൾ കുളിക്കുമ്പോൾ അവളുടെ സൗന്ദര്യത്തിൽ ആകർഷ്ടനായി ഞാൻ അവളെ കയ്യേറ്റം ചെയ്തു. ഞങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന ദാസനത് കണ്ടപ്പോൾ ദേഷ്യപ്പെട്ടു. അവൻ വടികൊണ്ടെന്നെ അടിച്ചു കൊന്നു. വീണ്ടും ഞാൻ നരകത്തിലെത്തി. അധികം വൈകാതെ ഒരു തത്തയായി പുനർജനിച്ചു. ഒരു ദുഷ്ടനായ പക്ഷിപിടിയൻ എന്നെ ഒരു വ്യാപാരിയുടെ മകന് വിറ്റു. എനിക്കവിടെ ഒരു ആഡംബര ജീവിതം ലഭിച്ചെങ്കിലും ഞാൻ അനുഭവിച്ചിരുന്ന അടിമത്തം കാരണം എനിക്ക് അസന്തുഷ്ടി ഉണ്ടായിരുന്നു. ഒരിക്കൽ യജമാനന്റെ മകൾ എൻ്റെ കൂടിനടുത്തെത്തി കളിയാക്കി അവളുടെ മാറിൽ എന്നെ ചേർത്ത് പിടിച്ചു. പ്രണയപരവശനായ ഞാൻ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ കഴുത്തിലെ മാലയിൽ കുടുങ്ങി ഞാൻ ശ്വാസം മുട്ടി മരിച്ചു. വീണ്ടും നരകത്തിലേക്ക് എറിയപ്പെട്ട ഞാൻ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഒരു കാളയായി പുനർജനിച്ചു. എൻ്റെ യജമാനൻ ഒരു ചണ്ടാളനായിരുന്നു. ഞാൻ അവൻ്റെ വണ്ടി വലിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ വലിക്കുന്ന വണ്ടിയിൽ അവൻ്റെ ഭാര്യയും സഞ്ചരിച്ചു. ചുറ്റുപാടുകളെ ശ്രദ്ധിക്കാതെ മനോഹരമായ സ്വരത്തിൽ അവൾ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നു. അവളുടെ ശ്രുതിമധുരമായ ശബ്ദം കേട്ടതിനു ശേഷം ഞാൻ അവളിൽ ആകൃഷ്ടനായി. അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ചു. അതിനായി ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ എൻ്റെ കഴുത്തിലെ കുരുക്ക് മുറുകി ഞാൻ ശ്വാസം മുട്ടി മരിച്ചു. വീണ്ടും നരകത്തിലെത്തിയ ഞാൻ സാധാരണ പോലെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം അന്ധനും ബധിരനുമായ ഒരു മകനായി നിങ്ങളുടെ അടുക്കൽ പുനർജനിച്ചു. എൻ്റെ മുൻകാലങ്ങളെല്ലാം ഞാൻ ഓർക്കുന്നു. എൻ്റെ ശാരീരിക വൈകല്യങ്ങൾ എൻ്റെ മുൻകാല പാപങ്ങൾ മൂലമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. തപസ് ചെയ്തും പുണ്യകർമ്മങ്ങളിൽ മുഴുകിയും എൻ്റെ എല്ലാ പാപങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു.
ഇത്രയും വിശദീകരിച്ചതിനു ശേഷം അദ്ദേഹം തപസ് ചെയ്യാൻ ബദ്രികാശ്രമത്തിലേക്ക് പോയി. ഒരു മനുഷ്യൻ തന്റെ പൂർവ്വജന്മത്തിൽ നിന്ന് ഗുണങ്ങൾ പാരമ്പര്യമായി സ്വീകരിക്കുന്നുവെന്നും അവ മാറ്റിയെടുക്കുക അവന് അസാധ്യമാണെന്നും കഥ പൂർത്തിയാക്കിയ ശേഷം ബലി ശുക്രാചാര്യനോട് പറഞ്ഞു. നല്ലതും ചീത്തയുമായ ഗുണങ്ങൾക്കത് ബാധകമാണ്. എൻ്റെ തപസ്, വൈഭവം, ഔദാര്യം, ദാനശീലം എന്നിവ എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് പാരമ്പര്യമായി എനിക്ക് ലഭിച്ചതാണ്. എന്തു സംഭവിച്ചാലും അവയെ ഒഴിവാക്കില്ലെന്നും ഞാൻ തീരുമാനിച്ചു. പുലസ്ത്യൻ പറയുന്നു, ഇങ്ങനെ തൻ്റെ ആദരണീയനായ അതിഥിയുടെ ഏത് ആവശ്യവും നിറവേറ്റുവാനുള്ള ദൃഢനിശ്ചയത്തിൽ ബലി ഉറച്ചുനിന്നു. ശേഷം അദ്ദേഹത്തിൻ്റെ ആഗമനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കാൻ തുടങ്ങി. പ്രിയരെ, വാമന പുരാണത്തിൻ്റെ 23-ാം അധ്യായത്തിലെ 3-ാം ഭാഗത്തിൽ വാമനന്റെ ആവശ്യങ്ങൾ വിശദീകരിക്കുന്നു. ഋഷിമാർ ധ്യാനിക്കുന്ന സർവശക്തനായ ദൈവത്തെ കാണാൻ അവസരം ലഭിച്ചതിൽ ബലി സന്തോഷിച്ചു. ഭഗവാൻ തന്നെ സന്ദർശിക്കുന്നത് തൻ്റെ ഭാഗ്യമാണെന്ന് അദ്ദേഹം അഭിമാനിച്ചു. വാമനന്റെ വരവിന്റെ ഉദ്ദേശം അറിയാമായിരുന്ന ശുക്രാചാര്യർ ഒരു വാഗ്ദാനവും നൽകരുതെന്ന് ബലിക്ക് മുന്നറിയിപ്പ് നൽകിയപ്പോൾ, സർവശക്തനായ ദൈവം എന്നിൽ നിന്ന് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ എങ്ങനെ നിരസിക്കും? എൻ്റെ കാരുണ്യപരമായ പ്രതിച്ഛായ സംരക്ഷിക്കാൻ ഞാൻ ഏതു പ്രയാസവും നേരിടാൻ തയ്യാറാണ്. എൻ്റെ പ്രവൃത്തികൾ ദേവതകൾക്ക് പ്രയോജനപ്പെട്ടാലും എനിക്കത് പ്രശ്നമല്ല. ഭഗവാൻ എന്നെ വധിക്കുവാൻ ഉദ്ദേശിച്ചാണ് വരുന്നതെങ്കിൽ പോലും എനിക്ക് ഭയമില്ല. കാരണം അങ്ങനെയാണ് എനിക്ക് മോക്ഷം ലഭിക്കുക. എന്തു സംഭവിച്ചാലും ഞാൻ എൻ്റെ ദാനശീലം ഉപേക്ഷിക്കാൻ പോകുന്നില്ല. ശുക്രാചാര്യരും ബലിയും തമ്മിലുള്ള സംഭാഷണം തുടരുന്നതിനിടയിൽ പെട്ടെന്ന് ഭഗവാൻ വാമനൻ ആ സ്ഥലത്തെത്തി. വാമനന്റെ തേജസ് അവിടെ സന്നിഹിതരായിരുന്ന എല്ലാ അസുരന്മാരുടെയും ശക്തിയെ കീഴടക്കി. ബലിയുടെ യാഗത്തിന്റെ ഗാംഭീര്യത്തിൽ ആകൃഷ്ടനായ ഭഗവാൻ വാമനൻ ഇത്രയും ഗംഭീരമായ ഒരു യാഗം സംഘടിപ്പിച്ചതിന് അദ്ദേഹത്തെ പ്രശംസിച്ചു. ബലി തന്റെ ആദരണീയനായ അതിഥിയെ പ്രശംസിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ഭഗവാൻ വാമനൻ പുഞ്ചിരിച്ചുകൊണ്ട് യാഗം നടത്താൻ 3 ചുവടുകൾ ഉള്ള ഒരു ചെറിയ ഭൂമി തനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. ആ ആവശ്യം കേട്ട് ബലി അത്ഭുതപ്പെട്ടുകൊണ്ട് കൂടുതൽ ഭൂമി ചോദിക്കാൻ അഭ്യർത്ഥിച്ചു. പക്ഷേ ഭഗവാൻ വാമനൻ അദ്ദേഹത്തോട് അത്രയും ഭൂമി മാത്രമേ ആവശ്യമുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്നു. ബലി അതിന് സമ്മതിച്ചു. 3 ചുവടുകൾ അളക്കുന്ന രീതിയിൽ ഭൂമി ദാനം ചെയ്യാൻ അദ്ദേഹം വാഗ്ദാനം ചെയ്തു. പെട്ടെന്ന് ഭഗവാൻ വാമനൻ തന്റെ രൂപത്തിന്റെ വലിപ്പം വർദ്ധിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യ ചുവടുവെപ്പിനാൽ ഭൂമിയെ മുഴുവൻ അളന്നു. തുടർച്ചയായ 2-ാം ചുവടുവെപ്പിനാൽ ബാക്കി 2 ലോകത്തെയും അളന്നു. അങ്ങനെ ശബ്ദമനുസരിച്ച് 3 ലോകങ്ങളും ദാനം ചെയ്യാൻ ബലി നിർബന്ധിതനായി. തുടർന്ന് വിഷ്ണു ഭഗവാൻ ഇന്ദ്രനെ 3 ലോകങ്ങളുടെയും രാജാവാക്കി. ശേഷം ബലിയെ സുതലമെന്ന പാതാള ലോകത്തേക്ക് അയച്ചു. ബലിയെ അനുഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ കൽപ്പത്തിന്റെ അവസാനം വരെ നീ നിന്റെ ദീർഘായുസ് ആസ്വദിക്കും. സാബർണി മന്വന്തരത്തിന്റെ വരവ് വരെ നീ ഇന്ദ്രന്റെ സ്ഥാനം വഹിക്കും. ബ്രാഹ്മണരെയും ദേവതകളെയും നിങ്ങൾ പിന്തുണയ്ക്കുന്നിടത്തോളം കാലം ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും നിങ്ങൾ ആസ്വദിക്കും. എന്നാൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി നിങ്ങൾ നീങ്ങിയാൽ വരുണന്റെ കുരുക്കിനാൽ ബന്ധിപ്പിക്കപ്പെടും. അത്രയും പറഞ്ഞതിനു ശേഷം ഭഗവാൻ വിഷ്ണു അപ്രത്യക്ഷനായി. 23-ാം അധ്യായത്തിലെ 4-ാം ഭാഗത്തിൽ ഭഗവാൻ ബ്രഹ്മാവ് വാമനനെ ആരാധിക്കുന്നു. യാഗസ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷനായതിനു ശേഷം ഭഗവാൻ വാമനൻ എവിടെ പോയി എന്ന് നാരദൻ പുലസ്ത്യ മുനിയോട് ചോദിച്ചു. പുലസ്ത്യൻ മറുപടി പറഞ്ഞു, ഭഗവാൻ വാമനൻ തൻ്റെ വാഹനമായ ഗരുഡനിൽ കരേറി ബ്രഹ്മലോകത്തേക്ക് പോയി. അദ്ദേഹത്തെ കണ്ട ബ്രഹ്മാവ് ഊഷ്മളമായ സ്വീകരണം നൽകി. അദ്ദേഹത്തെ ആരാധിച്ച ശേഷം പെട്ടെന്നുള്ള വരവിനെക്കുറിച്ച് അന്വേഷിച്ചു. ദേവന്മാരുടെ ക്ഷേമത്തിനും അവർക്ക് യാഗത്തിന്റെ പങ്ക് ലഭിക്കുന്നതിനും വേണ്ടി ബലിയെ സുതല ലോകത്തേക്ക് അയച്ചതായി ഭഗവാൻ വാമനൻ ബ്രഹ്മാവിനോട് അറിയിച്ചു. 3 ലോകങ്ങളെയും അളക്കുന്നതിനായി എടുത്ത ഭീമാകാരമായ ആ രൂപം കാണുവാനുള്ള ആഗ്രഹം ബ്രഹ്മാവ് പ്രകടിപ്പിക്കുന്നു. ഭഗവാൻ വിഷ്ണു അതനുസരിച്ച് തൻ്റെ ഭീമാകാരമായ രൂപം പ്രദർശിപ്പിക്കുകയും ചെയ്തു. ബ്രഹ്മാവ് അദ്ദേഹത്തെ സ്തുതിച്ചു. വാമനന്റെ രൂപത്തിൽ ബ്രഹ്മലോകത്ത് തന്നെ തുടരാൻ അദ്ദേഹം വിഷ്ണുവിനോട് അഭ്യർത്ഥിക്കുന്നു. ഭഗവാൻ വിഷ്ണു അങ്ങനെ ചെയ്യാൻ സമ്മതിച്ചുകൊണ്ട് ബ്രഹ്മലോകത്ത് തന്നെ തുടർന്നു. പ്രിയരെ, 23-ാം അധ്യായത്തിലെ 5-ാം ഭാഗത്തിൽ ബലി പാതാള ലോകത്ത് വസിക്കുന്നതുമായി ബന്ധപ്പെട്ട കഥ വിവരിക്കുന്നു. പുലസ്ത്യൻ തന്റെ വിശദീകരണം തുടർന്നു. പാതാളത്തിലെത്തിയ ശേഷം വജ്രങ്ങളും മറ്റ് വിലയേറിയ കല്ലുകളും കൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഒരു നഗരം ബലി നിർമ്മിച്ചു. നഗരത്തിന്റെ മധ്യഭാഗത്ത് അതിന്റെ ശില്പിയായ വിശ്വകർമാവ് ഒരു വലിയ ബലിപീഠം സ്ഥാപിച്ചു. ബലിയുടെ കൊട്ടാരത്തിന്റെ ജനാലകൾ മുത്തുകൾ കൊണ്ട് അലങ്കരിച്ചു. ബലി അവിടെ ആഡംബരത്തോടെയും ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ആസ്വദിച്ചും ജീവിച്ചു. ഒരു ദിവസം അസുരന്മാർ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകിയിരുന്നപ്പോൾ പെട്ടെന്ന് ഭയാനകമായ സുദർശന ചക്രം ബലിയുടെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. അസുരന്മാരുടെ തേജസ് കവർന്ന ശേഷം അത് ഭഗവാൻ വിഷ്ണുവിന്റെ അടുത്തേക്ക് മടങ്ങി. അതിൽ വിഷമിതനായ ബലി തന്റെ മുത്തച്ഛനായ പ്രഹ്ലാദന് മാത്രമേ ഈ അവസ്ഥയിൽ നിന്നും എങ്ങനെ രക്ഷിക്കാൻ കഴിയൂ എന്ന് വിലയിരുത്തി. ബലി ധ്യാനിച്ചപ്പോൾ പ്രഹ്ലാദൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു.
എനിക്ക് അനുഗ്രഹമാകുന്ന മാർഗങ്ങൾ വിവരിക്കാൻ ബലി അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. ബലിയുടെ മനമാറ്റത്തിൽ പ്രഹ്ലാദൻ സന്തോഷത്തോടെ പറഞ്ഞു, ഒടുവിൽ നീ നിന്റെ തെറ്റ് മനസ്സിലാക്കി. കേൾക്കൂ ബലി, ഭഗവാൻ വിഷ്ണുവിൽ അഭയം പ്രാപിച്ച് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിക്കുന്ന ഒരാൾ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മുക്തനാകുന്നു. ഭഗവാൻ വിഷ്ണുവിനെ തന്റെ യജമാനനായി സ്വീകരിച്ച ഒരാൾ മരണത്തെ പോലും ഭയപ്പെടേണ്ടതില്ല. ജനന മരണ ചക്രങ്ങളിൽ നിന്ന് അയാൾ മുക്തനാകുന്നു. ഇങ്ങനെ ഭഗവാൻ വിഷ്ണുവിന്റെ മഹത്വത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ആരാധനയെക്കുറിച്ചും പ്രഹ്ലാദൻ വളരെ വിശദമായി വിവരിച്ചു. പ്രിയരെ, 23-ാം അധ്യായത്തിലെ 6-ാം ഭാഗത്തിൽ പ്രഹ്ലാദനോടുള്ള ബലിയുടെ ചോദ്യങ്ങളാണുള്ളത്. ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നതിലൂടെ ഒരു മനുഷ്യന് എന്ത് പുണ്യങ്ങൾ നേടാൻ കഴിയുമെന്ന് ബലി ചോദിച്ചു. ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്ന ആരാധനയെയും അതിൻ്റെ ആചാരങ്ങളെയും കുറിച്ച് അദ്ദേഹം പ്രഹ്ലാദനോട് അന്വേഷിച്ചു. പൂർണ്ണ ഭക്തിയോടെയും ഭഗവാൻ വിഷ്ണുവിന്റെ നാമത്തിൽ ചെയ്യുന്ന ദാനങ്ങൾ എന്നേക്കും നിലനിൽക്കുമെന്ന് ഋഷിമാർ വിശ്വസിക്കുന്നു. മാലതി, ശതാവരി, ചമ്പ, ജൂഹി, നാഗർ പൂക്കൾ എന്നിവ അർപ്പിച്ചാൽ ഭഗവാൻ വിഷ്ണുവിന് അത്യധികം സന്തോഷമാണ്. ഹൈന്ദവ മാസമായ മാഘ, അതായത് മിഥുന മാസത്തിൽ എള്ള് ദാനം ചെയ്യുമ്പോൾ ഭഗവാൻ സന്തുഷ്ടനാകുന്നു. വിഷ്ണു ക്ഷേത്രം നിർമ്മിക്കുന്ന ഒരാൾ തന്റെ പൂർവികരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. ബലി, നീ വിഷ്ണു ക്ഷേത്രം നിർമ്മിക്കുകയും പൂർണ്ണ ഭക്തിയോടെ ആരാധിക്കുകയും ചെയ്യണം. പശു, രത്നങ്ങൾ, സ്വർണം, ഭൂമി എന്നിവ ദാനം ചെയ്ത് ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കണം. അത്തരം പുണ്യപ്രവർത്തികളിൽ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും. അത്രയും നിർദ്ദേശങ്ങൾ നൽകി പ്രഹ്ലാദൻ അപ്രത്യക്ഷനായി. പ്രഹ്ലാദന്റെ വേർപാടിന് ശേഷം ബലി അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നതിൽ മുഴുകുകയും ചെയ്തു. അദ്ദേഹം വിശ്വകർമാവിനോട് ഒരു മനോഹരമായ വിഷ്ണു ക്ഷേത്രം നിർമ്മിക്കാൻ നിർദ്ദേശിച്ചു. അദ്ദേഹം ക്ഷേത്ര പരിസരം പരിപാലിക്കുകയും ഭഗവാൻ വിഷ്ണുവിന് പ്രിയപ്പെട്ട വസ്തുക്കൾ സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ബലിയും പത്നി വിന്ധ്യാവലിയും പൂർണ്ണ ഭക്തിയോടെ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നതിൽ മുഴുകി. പ്രിയരെ, വാമനപുരാണത്തിന്റെ 24-ാം അധ്യായത്തിൽ വാമനപുരാണം പഠിക്കുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. വാമനപുരാണം പഠിക്കുന്നത് ഒരു മനുഷ്യന്റെ അറിവ് വർദ്ധിപ്പിക്കുവാനും എല്ലാത്തരം ലൗകിക ബന്ധങ്ങളിൽ നിന്നും അവനെ മോചിപ്പിക്കുവാനും സഹായിക്കുന്നു. ഇത് വിഷ്ണുവിന്റെ താമ്രപാദങ്ങളോടുള്ള സ്നേഹവും ഭക്തിയും വർദ്ധിപ്പിക്കുന്നു. എല്ലാ പുരാണങ്ങളും പ്രകടമാക്കുന്ന 10 സ്വഭാവ സവിശേഷതകളുണ്ട്. അവ 1 സർഗം, 2 വിസർഗം, 3 സ്ഥാനം, 4 പോഷണം, 5 ഉതി, 6 വൃത്തി, 7 രക്ഷ, 8 മന്വന്തരം, 9 വംശം, 10 ഉപാസരയം എന്നിവയാണ്. ആദ്യത്തേതായ സർഗം ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വിവരണമാണ് കൈകാര്യം ചെയ്യുന്നത്. രണ്ടാമത്തെ വിസർഗം ഒരു ജീവി ആ ജീവി വർഗത്തിൽ നിന്ന് എങ്ങനെ മാറുന്നു എന്ന് നമ്മെ പ്രബുദ്ധരാക്കുന്നു. മൂന്നാമത്തേത് മുതലുള്ള പോഷണം, ഉതി, വൃത്തി എന്നിവ മനുഷ്യൻ തന്റെ നിലനിൽപ്പിനായി ഉപയോഗിക്കുന്ന വിവിധ മാർഗങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് കൈകാര്യം ചെയ്യുന്നത്. മനുഷ്യരാശിയുടെ സംരക്ഷണത്തിനായി ഭഗവാൻ വിഷ്ണു സ്വീകരിച്ച വിവിധ അവതാരങ്ങളെക്കുറിച്ചാണ് 7-ാമതായി പ്രതിപാദിക്കുന്ന രക്ഷ വിവരിക്കുന്നത്. മന്വന്തര കാലഘട്ടത്തിലെ മുഴുവൻ ചരിത്രത്തിന്റെയും പൂർണ്ണ വിവരണമാണ് 8-ാമത്തെ മന്വന്തരം കൈകാര്യം ചെയ്യുന്നത്. ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള എല്ലാ രാജാക്കന്മാരുടെയും വംശപരമ്പരയെക്കുറിച്ച് 9-ാമത്തെ വംശം വിവരിക്കുന്നു. ബ്രഹ്മത്തിന്റെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ച് 10-ാമത്തെ ഉപാശ്രയം നമ്മെ പ്രബുദ്ധരാക്കുന്നു. പുലസ്ത്യൻ തുടർന്ന് പറഞ്ഞു, വാമനപുരാണത്തിന്റെ ദിവ്യ കഥകൾ കേൾക്കുന്ന ഒരാൾ തന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായ ശേഷം വിഷ്ണു ലോകത്തെത്തുന്നു. അശ്വമേധയാഗം നടത്തുന്ന ഒരാൾക്ക് ലഭിക്കുന്ന അതേ പുണ്യങ്ങൾ അയാൾക്കും ലഭിക്കും. വാമനപുരാണത്തിന്റെ ഒരു ഭാഗം കേൾക്കുന്നത് പോലും മഹത്തായ പുണ്യങ്ങൾ പ്രദാനം ചെയ്യുന്നു. അത് നിരവധി പുണ്യസ്ഥലങ്ങൾ തീർത്ഥാടനം ചെയ്യുന്നതിന് തുല്യമാണ്. വാമനപുരാണം ഭഗവാൻ വിഷ്ണുവിന്റെ മഹത്വത്തെക്കുറിച്ച് വിവരിക്കുന്ന 18 പുരാണങ്ങളിൽ 14-ാമത്തേതാണ്. വാമനപുരാണത്തിൽ മഹാവിഷ്ണുവിന്റെ 5 പേരുകളായ കരൺ, വാമൻ, നാരായണൻ, അമിത്വിക്രം, ഷാർഗംഗചക്രം, പുരുഷോത്തമൻ എന്നിവ പരാമർശിച്ചിട്ടുണ്ട്. മഹാവിഷ്ണുവിന്റെ ഈ പുണ്യനാമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ജപിക്കുകയും സംസാരത്തിലൂടെയോ ചിന്തയിലൂടെയോ പ്രവൃത്തികളിലൂടെയോ വന്ദിക്കുന്ന ഒരു ഭക്തൻ വിഷ്ണുലോകം പ്രാപിക്കുന്നു. വാമനപുരാണത്തിന്റെ 25-ാം അധ്യായത്തിന്റെ 2 ഭാഗങ്ങളിലായി വാമനാവതാരത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതിലെ ആദ്യ ഭാഗത്തിൽ ഇന്ദ്രൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അസുരന്മാരാൽ പരാജയപ്പെട്ട ഇന്ദ്രൻ ബ്രഹ്മലോകത്തേക്ക് പോയി തന്റെ ദുഃഖകഥ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവായ കശ്യപ മുനിയും അവിടെയുണ്ടായിരുന്നു. ബ്രഹ്മാവ് ഇന്ദ്രനോട് അവന്റെ ദുഷ്പ്രവൃത്തികളുടെ ഫലം കൊയ്യുകയാണെന്ന് ഓർമ്മിപ്പിച്ചു. ദിതിയുടെ ഗർഭസ്ഥ ശിശുവിന്റെ നാശത്തിലൂടെ നേടിയ പാപമാണ് നിന്റെ ദുരിതങ്ങൾക്ക് കാരണമെന്ന് കശ്യപ മുനി സ്ഥിരീകരിക്കുന്നു. ഇന്ദ്രൻ ഇരുവരോടും അവന്റെ പാപങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ കഴിയുമെന്ന് അഭ്യർത്ഥിച്ചു. ബ്രഹ്മാവ് ശ്രീഹരിയുടെ സഹായം തേടാൻ ഉപദേശിക്കുന്നു. പിന്നീട് ഇന്ദ്രൻ കലിജ്ഞർ പർവ്വതത്തിന്റെ വടക്ക് ഭാഗത്ത് പോയി മഹാനദിയുടെ തീരത്തുള്ള ഒരു ആശ്രമത്തിൽ താമസം തുടങ്ങി. അദ്ദേഹം അവിടെ 1 വർഷത്തോളം തപസ്സു തുടർന്നു.
അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സന്തുഷ്ടനായ ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അനുഗ്രഹിച്ചു. നിന്റെ കഠിന തപസ് ദിതിയുടെ ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിച്ച പാപത്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചു. വളരെ വേഗം തന്നെ നീ നിന്റെ രാജ്യം തിരികെ നേടും. അനുഗ്രഹം ലഭിച്ച ശേഷം അമ്മയായ അദിതിയുടെ ആശ്രമത്തിലേക്ക് പോയി അസുരന്മാരാൽ താൻ പരാജയപ്പെട്ട കഥ വിവരിച്ചു. യുദ്ധത്തിൽ വിഷ്ണു ഇന്ദ്രന്റെ പക്ഷത്തുണ്ടായിരുന്നുവെങ്കിൽ അവൻ പരാജയപ്പെടുമായിരുന്നില്ലെന്ന് അദിതിക്ക് അറിയാമായിരുന്നു. അതിനാൽ അവൾ ഭഗവാൻ വിഷ്ണുവിനെ ഭക്ത്യാദരം ആരാധിച്ചു. എത്രയും വേഗം ഞാൻ അവളുടെ പുത്രനായി അവതാരമെടുത്ത് അസുരന്മാരെ നശിപ്പിക്കുമെന്ന് ഭഗവാൻ വിഷ്ണു അവർക്ക് ഉറപ്പു നൽകി. ഇത്രയും പറഞ്ഞതിനു ശേഷം ഭഗവാൻ വിഷ്ണുവിന്റെ ഒരു തേജസ് അദിതിയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചു. പ്രിയരെ, 25-ാം അധ്യായത്തിലെ 2-ാം ഭാഗത്തിൽ ബലി വിഷ്ണുവിനെ അധിക്ഷേപിക്കുന്നു. ഭഗവാൻ വിഷ്ണു അദിതിയുടെ ഗർഭപാത്രത്തിൽ സ്ഥാനം പിടിച്ചതിനു ശേഷം അസുരന്മാരുടെ തേജസ് നഷ്ടപ്പെട്ടു. പെട്ടെന്നുള്ള ഈ സംഭവ വികാസത്തിൽ ബലി അത്ഭുതപ്പെട്ടുകൊണ്ട് അതിനെക്കുറിച്ച് പ്രഹ്ലാദനോട് ചോദിച്ചു. അതറിയാനായി പ്രഹ്ലാദൻ ആഴത്തിലുള്ള ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു. അദിതിയുടെ ഗർഭപാത്രത്തിൽ വിഷ്ണു അവതാരമെടുക്കുന്നത് അദ്ദേഹം കണ്ടു. അവതാരമെടുക്കാൻ പോകുന്ന ശ്രീഹരി കാരണമാണ് അസുരന്മാർക്ക് തേജസ് നഷ്ടപ്പെട്ടതെന്ന് അദ്ദേഹം ബലിയോട് പറഞ്ഞു. അഹങ്കാരിയായ ബലി ശ്രീഹരിയെ കളിയാക്കി. ആരാണ് ഈ ശ്രീഹരി? വാസുദേവനേക്കാൾ ശക്തരായ നിരവധി വീരയോദ്ധാക്കൾ നമ്മുടെ നിരയിലുണ്ട്. ശ്രീഹരിയുടെ ഭക്തനായ പ്രഹ്ലാദന് ബലിയുടെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ ഇഷ്ടപ്പെട്ടില്ല. വളരെ വേഗം തന്നെ അവന് വീഴ്ച സംഭവിക്കുമെന്നും രാജ്യം നഷ്ടപ്പെടുമെന്നും ബലി പ്രഹ്ലാദനെ ശപിച്ചു. ശപിക്കപ്പെട്ടതിനു ശേഷം ബലിക്ക് തന്റെ തെറ്റ് മനസ്സിലാക്കി ക്ഷമയാചിച്ചു. അപ്പോഴേക്കും ശാന്തനായി തീർന്ന പ്രഹ്ലാദൻ പറഞ്ഞു, ഭഗവാൻ വിഷ്ണു സർവ്വവ്യാപിയാണെങ്കിലും അജ്ഞതയുടെ സ്വാധീനത്തിലായതിനാൽ ഞാൻ നിന്നെ ശപിച്ചു. എൻ്റെ വാക്കുകൾ തീർച്ചയായും സത്യമാകും. എന്നാൽ തളർന്നു പോകരുത്. പോയി പരമസംരക്ഷകനായ ശ്രീഹരിയിൽ അഭയം പ്രാപിക്കുക. അവൻ നിങ്ങളെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കും. ഇത്രയും പറഞ്ഞതിനു ശേഷം പ്രഹ്ലാദൻ തന്റെ തീർത്ഥാടനത്തിന് പോയി. പ്രിയരെ, വാമന പുരാണത്തിന്റെ 26-ാം അധ്യായത്തിൽ ദേവതകളുടെ വിശ്രമ ദിനങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആഷാഢ മാസത്തിലെ, അതായത് കുംഭമാസത്തിലെ ശുക്ലപക്ഷ ദശയുടെ അവസാന ദിവസം കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ ആരംഭിക്കുന്ന ഉത്തരായനത്തിന്റെ മുഴുവൻ സമയത്തും ഭഗവാൻ വിഷ്ണു ശേഷനാഗത്തിൽ വിശ്രമിക്കുന്നു. അദ്ദേഹം ഉറങ്ങാൻ കിടന്നതിന് ശേഷം എല്ലാ ദേവന്മാരും ഗന്ധർവന്മാരും ദേവമാതാവ് തുടങ്ങിയവരും അദ്ദേഹത്തെ പിന്തുടരുന്നു. ദേവതകൾ വിശ്രമിക്കുന്ന ദിവസങ്ങളെക്കുറിച്ചും വെളിച്ചം വീശാൻ നാരദൻ പുലസ്ത്യ മഹർഷിയോട് അഭ്യർത്ഥിച്ചു. പുലസ്ത്യ മഹർഷി പറഞ്ഞു, സൂര്യൻ മിഥുന രാശിയിൽ പ്രവേശിക്കുന്ന ഹൈന്ദവ മാസമായ ആഷാഢ ശുക്ലപക്ഷത്തിലെ, അതായത് കുംഭമാസത്തിലെ പൗർണമിയിലെ 11-ാം ദിവസം ഭഗവാൻ വിഷ്ണു വിശ്രമിക്കുന്ന ദിവസമായി ഒരു ഭക്തൻ കണക്കാക്കണം. ഒരു ഭക്തൻ ശേഷനാഗത്തിന്റെ ഒരു വിഗ്രഹമുണ്ടാക്കി വിഷ്ണുവിന്റെ വിഗ്രഹത്തെ ആരാധിച്ച ശേഷം 12-ാം ദിവസം അദ്ദേഹത്തെ അതിൽ വിശ്രമിക്കാൻ കിടത്തണം. 13-ാം ദിവസം കാമദേവൻ കദംബ പുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ച കിടക്കയിൽ വിശ്രമിക്കുന്നതായി പറയപ്പെടുന്നു. കുംഭമാസത്തിലെ 14-ാം ദിവസം യക്ഷഗണങ്ങൾ വിശ്രമിക്കുന്നു. അവരുടെ കിടക്കകൾ മഞ്ഞ താമര കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശിവൻ പൂർണിമയിൽ വിശ്രമിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കിടക്ക കടുവയുടെ തൊലി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രിയരെ, ഇതോടെ വാമനപുരാണം പര്യവസാനിക്കുകയാണ്. തുടർന്ന് അടുത്ത പുരാണമായ ബ്രഹ്മപുരാണത്തെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ.